പ്രശസ്ത ഖുർആൻ പണ്ഡിതനായ കെ.ടി. അബ്ദുറഹീം സാഹിബിന്റെ അനാഥത്വം പേറുന്ന ഇസ്ലാം എന്ന പ്രഭാഷണമാണ് വോയിസ് ഓഫ് ജസ്റ്റിസ് ഇവിടെ സമർപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وإنه لهدى ورحمة للمؤمنين وإن ربك يقضي بينهم بحكمه وهو العزيز العليم. فتوكل على الله إنك على الحق المبين. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്നാദ്യമായി വസിയത്ത്. ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദാ ഫതൂബാ ലിൽ ഗുറബാ الذين يصلحون ما أفسد الناس من بعدي من سنتي. ദീനുൽ ഇസ്ലാം അതിന്റെ ഗേഹങ്ങളിൽ, വീടുകളിൽ ഇന്ന് അനാഥമാണ്. ഇസ്ലാമിന് അഭയം നൽകേണ്ട ഇസ്ലാമിന്റെ വീടുകളിൽ അനാഥകളെപ്പോലെ, ഗതിയില്ലാത്തവരെ പോലെ, അപരിചിതരെ പോലെ ഇസ്ലാമിന്റെ വീട് മുസ്ലിമീങ്ങളുടെ രാജ്യവും മുസ്ലിമീങ്ങളുടെ ഭവനങ്ങളുമാണ്. ആരാൽ ആട്ടിയോടിക്കപ്പെട്ടാലും അവനവന്റെ വീട്ടിൽ ഓടിത്ത്. ആ വീട് പൂർണ്ണ സുരക്ഷിതത്വം നൽകുവാൻ മാത്രം പ്രബലമല്ലെങ്കിലും അവിടെയാണ് അഭയം കണ്ടെത്താറുള്ളത്. അവിടെ അഭയമില്ലെങ്കിൽ, അവിടെ അപരിചിതനായി മാറേണ്ടി വരുമ്പോൾ, അവിടെ അനാഥമാകുമ്പോൾ പിന്നെ ഈ ലോകത്തെവിടെയും അഭയമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ലാം വളർന്നത് അപരിചിതമായ, പരിചയമില്ലാത്ത അവസ്ഥയിലാണ്. ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ പരിചയമില്ലാത്ത ഒന്ന്, അതായിരുന്നു നിങ്ങളുടെ അനുഭവം. ആ അപരിചിതമായ അവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഇസ്ലാം സുപരിചിതമായത്.
ബദൽ ഇസ്ലാമു ഗരീബൻ, സാധുവായിട്ടാണ് ഇസ്ലാം തുടക്കം കുറിച്ചത് എന്നും അതിനർത്ഥം പറയാം. ഗരീബ് എന്ന വാക്കിന് നല്ല അർത്ഥം പരിചയമില്ലാത്തത് എന്ന് പറയലാണ്. പരിചയമില്ലാത്തത് എപ്പോഴും സാധുവായിരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെയും ആവാം. വസയഊദു കമാ ബദ, എങ്ങനെയാണോ അത് വളർന്നത് അതേപോലെ അത് മടങ്ങും. ഇതിന്റെ അവസാനം അങ്ങനെയാണ്, അപരിചിതമായിരിക്കും, പരിചയമില്ലാത്ത ഒരു വസ്തുവായിരിക്കും ഇസ്ലാം. വസയഊദു കമാ ബദ അയ ഗരീബ ഫതൂബാ ലിൽ ഗുറബാ, ആ അപരിചിതർക്കാണ് എല്ലാവിധ ഭാവുകങ്ങളും. ആരാണ് ആ ഗുറബാ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നത്തി. വളരെ ചിന്തിക്കേണ്ട ഒരു പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളിലൂടെ പ്രയോഗിച്ചത്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു, മനുഷ്യർ ഫസാദാക്കി കളഞ്ഞതിനെ നന്നാക്കി തീർക്കുന്ന ആളുകൾ. ഫസാദാക്കിയതിന് അതിനൊരു മലയാള പരിഭാഷയേക്കാൾ പരിചയമുള്ള പദം ഫസാദ് എന്ന് പറയൽ തന്നെയാണ്. എന്നാൽ എല്ലാ മലയാളികൾക്കും ഫസാദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്നതുകൊണ്ട് നാശാക്കിയതെന്നൊക്കെ നമുക്ക് പറയാം. മിൻ ബഅദി മിൻ സുന്നത്തി, എന്റെ ശേഷം എന്റെ ചര്യയിൽ നിന്ന്, ഞാൻ കഴിഞ്ഞു കടന്നു പോയ ശേഷം എന്റെ ചര്യയിൽ നിന്ന് ഫസാദാക്കിയതിനെ നന്നാക്കിയെടുക്കുവാൻ പണിയെടുക്കുന്ന ഗുറബാ, ആ പണിയെടുക്കുന്ന ആളുകൾ അപരിചിതരായിരിക്കും. നാട്ടുകാരല്ല, പരിചയക്കാരല്ല എന്നർത്ഥത്തിലല്ല. ആ സുന്നത്തിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ ആ സുന്നത്ത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതാണ് റസൂലിന്റെ സുന്നത്ത് എന്ന് പരിചയമില്ലാത്തത് കൊണ്ട് ഈ അപരിചിതരായ ആളുകൾ അപരിചിതമായ ഒന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്നാണ് ആളുകൾക്ക് തോന്നുന്നത്. നമുക്ക് പരിചയമില്ലാത്തതാണല്ലോ ഈ പറയുന്നത്. ഇതല്ലല്ലോ നമ്മൾ പരമ്പരാഗതമായി കേട്ടംഗീകരിച്ച് ചെയ്ത് അനുഷ്ഠിച്ചു പോരുന്നത്. അതുകൊണ്ട് ഇവർ ഈ പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത കാര്യം. നമുക്ക് സുപരിചിതമായത് ഇതല്ല, അത് നമ്മൾ ആചരിച്ചു പോരുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ്. അതിന് ഒരുപാട് പാരമ്പര്യമുണ്ട്, തലമുറകളായി കടന്നു പോരുന്നതാൽ. ഇത് ഏതാനും പാവങ്ങൾ, അതും നാട്ടിൽ യോഗ്യരല്ലാത്തവർ, സാധുക്കൾ, അവരിതിങ്ങനെ പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞു തരുന്ന നമ്മളും ആൾക്കാരെയും നമുക്ക് പരിചയമില്ല, നമ്മുടെ ഇടയിൽ സുപരിചിതരല്ല, പറയാൻ മാത്രം യോഗ്യരല്ല, പറയുന്ന കാര്യവും നമുക്ക് പരിചയമല്ല. അപ്പൊ തുടങ്ങിയ ഇസ്ലാം എപ്രകാരം ലോകത്ത് പ്രചരിച്ചുവോ, സുപരിചിതമായി തീർന്നോ, അതേപോലെ ഒരു രണ്ടാം പരിചയവും ഇസ്ലാമിനുണ്ടാകും. അത് പിന്നെ ലോകത്ത് സുപരിചിതമാകും എന്ന് പറഞ്ഞാൽ ലോകം അത് അംഗീകരിക്കും. അപ്പൊ അവസാനം ഇത് അംഗീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അപരിചിതത്വം തീർച്ചയായും ഇതിനുണ്ടാകും. ഈ അപരിചിതത്വത്തിലൂടെയാണ് ഇന്ന് ലോകം, ഇസ്ലാം ലോകത്ത് കടന്നു പോകുന്നത്. അതിന്റെ വീട്ടിൽ അതിനഭയമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഇസ്ലാമിനാണ് അഭയമില്ലാത്തത്. ഇനി എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ അഭയമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം.
എന്റെ വീട്ടിൽ യഥാർത്ഥത്തിൽ അഭയമില്ലാത്തത് ഇസ്ലാമിനാണ്. അതേപോലെ വീടുകളിൽ അഭയമില്ലാത്ത ഒരുപാട് ഇസ്ലാമിന്റെ ആളുകളെ എനിക്കറിയാം. ഒരുപക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലും വീടുകളിൽ ഇസ്ലാമിന് അഭയമില്ലാത്തവർ ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഇല്ലാത്തവർ, അങ്ങനെ അല്ലാത്തവർ സന്തോഷിക്കാം. ഉണ്ടെങ്കിൽ ഖേദിക്കണം. അവിടെ അതൊതുങ്ങുന്നില്ല. ലോകത്തൊരുപാട് രാഷ്ട്രങ്ങൾ മുസ്ലിങ്ങളുടെ കൈവശമുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങൾ. ഖുർആൻ ഇറങ്ങിയ രാഷ്ട്രം ഇന്നും മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ആ മേഖലയും അതിന്റെ പരിസരവും. ഇസ്ലാം ഈ ലോകത്ത് സുപരിചിതമായ കാലഘട്ടത്തിൽ വളർന്നു വികസിച്ച ആ മേഖലകളൊക്കെ ഇന്നും മുസ്ലിം എന്ന വിഭാഗത്തിന്റെ കയ്യിലാണ്. പക്ഷേ അവിടെയും ഇസ്ലാം അപരിചിതമാണ്, അല്ലെങ്കിൽ ഇസ്ലാം സാധുവാണ്. എല്ലാം അവിടെ ഉണ്ട്, ഇസ്ലാം മാത്രമില്ല. ഇസ്ലാമിനെ അവർ കൈവിട്ടിരിക്കുന്നു, നാം കൈവിട്ടതുപോലെ. ഇസ്ലാമിന്റെ ചില അവശിഷ്ടങ്ങളില്ല എന്നല്ല, അതുണ്ട്. ഇസ്ലാമിലെ വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ, ഇസ്ലാമിന്റെ വലിയ കാര്യങ്ങളൊക്കെ പോയി. ചെറിയ ചെറിയ കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ വലിയ കാര്യമായി തന്നെ മനസ്സിലാക്കുന്നതിനെയാണ് ഞാൻ ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നത്. എനിക്കത് ചെറിയ കാര്യങ്ങളാണ്, ഇസ്ലാമിനും അത് ചെറിയ കാര്യങ്ങളാണ്. ഇസ്ലാമിനൊന്ന് ചെറുതാണെങ്കിൽ അത് ചെറുതായി തന്നെയല്ലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എനിക്കും അത് ചെറുതായിട്ടേ തോന്നുള്ളൂ. ഉദാഹരണമായി നമസ്കാരം വലിയ കാര്യമാണ്, ശരി, അത് ചെറിയ കാര്യവുമാണ്. ഒരു വലിയ കാര്യം നേടിയെടുക്കുവാൻ മനുഷ്യനെ ഒരുക്കിയെടുക്കുന്ന ഒരു പണി മാത്രമാണ് നമസ്കാരം. ഏതോ ഒരു വലിയ കാര്യം, ആ വലിയ കാര്യം ചെയ്യാൻ മനുഷ്യനെ ഒരുക്കി മെരുക്കിയെടുക്കുന്ന പണികളിൽ ഒരു പണി മാത്രമാണ് നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്ത്. എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാ? നമ്മുടെ സമയം കുറച്ച് പള്ളിയിൽ വന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. എന്തിന്? എന്ത് കിട്ടിയതുകൊണ്ട്? കിട്ടിയ ചില കാര്യങ്ങൾ, കയ്യും കാലമൊക്കെ ഒന്ന് വൃത്തിയായി, മുഖമൊക്കെ. എന്നിട്ട് ശുദ്ധമായ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നിൽക്കുകയും കുനിയുകയും ഒക്കെ ചെയ്തു. അതൊക്കെ നല്ലത് തന്നെ, ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷെ എന്താർജിച്ചു ആ നമസ്കരിക്കുന്ന മനുഷ്യൻ? സുബഹി നമസ്കാരം പ്രഭാതത്തിൽ എല്ലാം സുഖനിദ്രയിൽ ആണ്ടുകിടക്കുമ്പോൾ ആ സമയത്ത് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ചുരുക്കം ചില ജീവികളിൽ ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലെങ്കിൽ മുസ്ലിം. ചുരുക്കം ചില ജീവികൾ. ആ സമയത്ത് എഴുന്നേൽക്കുന്ന, ഉണരുന്ന, ആ സമയത്ത് ഉറങ്ങുന്ന വേറെ ചില ജീവികളുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ ഉണർന്നിരുന്നിട്ട് ആ സമയത്ത് മാത്രം ഉറങ്ങുന്ന, ബാക്കിയുള്ള സമയങ്ങളിൽ ഉറങ്ങി ആ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന വേറെ ചില ജീവികളുമുണ്ട്. ആ ജീവികളിൽപ്പെട്ടവരാണ് മനുഷ്യരായ മുസ്ലിങ്ങൾ, മോമിനുകൾ. അവരെഴുന്നേറ്റ് നിന്ന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിച്ച് നമസ്കാരം, ഫജ്ർ നമസ്കാരം നിർവഹിക്കും. എന്തിനദ്ദേഹം അത് നിർവഹിച്ചു? എന്തായിരിക്കണം അതിലൂടെ നേടേണ്ടത്? അതിലൂടെ നേടേണ്ടത് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ഓർമ്മ. എന്തിനാ അള്ളാഹിനെ ഓർക്കുന്നത്? അള്ളാഹുവിനെ ഓർക്കുന്നത് എന്തിനാ? അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും, നിരോധിച്ച കാര്യങ്ങൾ വർജിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിന്റെ സുപ്രധാനമായ ലക്ഷ്യം
ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചമായ, നിഷിദ്ധമായ, നികൃഷ്ടമായ പണികളിൽ നിന്ന് നമസ്കാരം തടയുന്നു. അപ്പൊ നീചമായ, നികൃഷ്ടമായ പണികളിൽ നിന്ന് ഒരാളെ തന്റെ നമസ്കാരം തടയുന്നില്ലെങ്കിൽ ആ പണി പാഴാണ്, പ്രയോജനമില്ലാത്ത ഒരു പണിയാണ്. അപ്പൊ അതിനാണ് നിസ്കരിക്കുന്നത്. മല്ലം തൻഹ അൻഹു സലാത്തുഹു അനിൽ ഫഹ്ശായി ഫലൈസ ലഹു ഹഖീഖത്തു സ്വലാ. നികൃഷ്ടമായ പണികളിൽ നിന്ന് ഒരാളെ തന്റെ നമസ്കാരം തടയുന്നില്ലെങ്കിൽ നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തന്നത് അതാണ്. നമ്മളെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഇസ്ലാമിലെ പണി എന്താ? നമസ്കാരം. ഇസ്ലാമിൽ എന്തോ ഒരു വലിയ പണി എടുക്കാൻ മനുഷ്യനെ സജ്ജമാക്കുന്ന, തയ്യാറാക്കുന്ന ഒരു പണി, അതാണ് നമസ്കാരം. ആ പണി ആ മഹോന്നതമായ ലക്ഷ്യത്തിൽ അവനെ എത്തിക്കുന്നില്ലെങ്കിൽ ആ എടുത്ത പണി പാഴാണ്. എന്തിനാണ് ഈ പണി എടുത്തത്? ഇന്നതുണ്ടാകാനാ. അതുണ്ടാകുന്നില്ലെങ്കിൽ ആ പണി പാഴല്ലേ? പാലക്കാട് നിന്ന് ചരക്ക് കൊണ്ടുവന്ന് മലപ്പുറത്ത് വിറ്റിട്ട് ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ ആ പാലക്കാട് നിന്ന് ചരക്ക് വാങ്ങി മലപ്പുറം വരെ കൊണ്ടുവന്ന പണി പാഴല്ലേ? പാഴായിപ്പോയില്ലേ? ഇനി നാളെ മറ്റന്നാളൊക്കെ ഉള്ള കച്ചവടത്തിൽ ലാഭം കിട്ടുമെങ്കിൽ തിരക്കില്ല. പിന്നെയും ഒക്കെ പോകുന്ന പണിയൊക്കെ പരാജയമാണെങ്കിൽ പിന്നെ ആ പണിയെടുക്കുന്നത് പ്രയോജനമില്ലാത്ത പണിയല്ലേ? അധ്വാനിക്കുന്ന മനുഷ്യൻ അധ്വാനത്തിന്റെ ഫലം നോക്കിയിട്ടാണ് അധ്വാനിക്കുക. അധ്വാനത്തിന് ഫലം കിട്ടുന്നില്ലെങ്കിൽ ആ പണി ബുദ്ധിയുള്ള മനുഷ്യൻ നിർത്തും, പിന്നെ വേറെ പണി നോക്കും. നമസ്കാരം അതിവിടെ ബാക്കിയുണ്ട്, അതിന്റെ കോലം ഇവിടെ ബാക്കിയുണ്ട്, നോമ്പിന്റെ കോലം ഇവിടെ ഉണ്ട്. സക്കാത്ത് ഇല്ല, പക്ഷേ സക്കാത്ത് എന്ന പേരിൽ യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. യാചന, കൈനീട്ടുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പണി. പിന്നെ ഏതോ വലിയ പുണ്യം നേടാനെന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന ഹജ്ജും ഇവിടെ ബാക്കിയുണ്ട്. ഒരിക്കലല്ല, പലപ്പോഴും വേണമെങ്കിൽ എല്ലാ കൊല്ലവും പോയി ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. അയലോക്കത്ത് പട്ടിണിയാണെങ്കിലും ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അയൽവാസികൾ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നീറുന്ന വേദനയിൽ കഴിഞ്ഞുകൂടുമ്പോഴും നാലാമത്തെയും അഞ്ചാമത്തെയും പ്രാവശ്യം ഹജ്ജിന് പോകാൻ, അല്ല 10ാമത്തെയും 21ാമത്തെയും വട്ടം ഹജ്ജിന് പോകാനും, അങ്ങനെ ധാരാളം കാശ് അതിനുവേണ്ടി ചെലവാക്കാനും, അതാണ് പുണ്യകർമ്മം എന്ന് ഓതിക്കൊടുക്കാനും ഒക്കെ ആളുകളുണ്ട്. അങ്ങേ വീട്ടിലെ ആള് രോഗിയായി ചികിത്സിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടിക്കുന്നു. ഇങ്ങേ വീട്ടിലെ ഉമ്മയും ഉപ്പയും വിവാഹം പ്രായമായ ഒരു കുട്ടിയെ കെട്ടിക്കാൻ കഴിയാതെ കരയുന്നു. അപ്പുറത്ത് വേറെ ഒരു വീട്ടിൽ ജീവിക്കാൻ മാർഗമില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നു. തിന്നാനും കുടിക്കാനും ഇല്ലാതെ പെരുന്നാൾ പോലെയുള്ള സുദിനങ്ങളിൽ പോലും ഒരു നല്ല പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടികളെ അവരുടെ സമപ്രായക്കാരായ കുട്ടികളുടെ ഇടയിലേക്ക് അയക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ മുതലാളിക്ക് 21ാമത്തെ വട്ടം ഹജ്ജിന് പോകാൻ യാത്രയപ്പ് നടത്തുകയാണ്. ഞാൻ 4ാം വട്ടം പോയപ്പോൾ കൊണ്ടുവന്ന ആ പാത്രം കൊണ്ടുവാ എന്ന് പറയുന്ന ഹജ്ജാജിമാരും ഹജ്ജ് ചെയ്തവരും ഒക്കെ നമ്മളെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. 4ാം വട്ടം പോയപ്പോ എന്നല്ല, ഞാൻ 4 വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് ഇവരറിയണം എന്ന മനസ്സോട് അതിനെ നിരൂപണം ചെയ്യല്ല ഞാൻ. അത് അള്ളാഹു കൂലി ഇരമെങ്കിൽ വാങ്ങിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. കാരണം എന്റെ കയ്യിൽ നിന്നെടുത്തല്ലോ കൊടുക്കുന്നു. എല്ലാവർക്കും സ്വർഗം കൊടുക്കുകയാണെങ്കിലും ഞാൻ സന്തോഷിക്കും. എന്റെ എതിരാളിക്കും എന്റെ ശത്രുവിനും എന്നെ കൊല്ലാൻ വന്നവനും, അഥവാ എന്നെ ഒരുത്തം കൊല്ലുകയാണെങ്കിൽ ആ കൊന്നവനും അള്ളാന്റെ സ്വർഗത്തിൽ എന്നോടൊപ്പം
എനിക്കും സ്വർഗം തരണേ പഠിച്ചോനെ, അവനും കൊടുക്കണേ എന്നാണ്. അതാണ് എന്റെ മനസ്സ്. രണ്ടാളും, എന്റെ കൊലയാളിയും എന്നെ കൊന്ന ആളും കൊല്ലപ്പെട്ട ഞാനും ഒപ്പം സ്വർഗത്തിൽ സന്തോഷം. എനിക്കൊരു വിഷമമില്ലല്ലോ. അള്ളാന്റെ റസൂലിന് വിഷമമുണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ്. ഹംസ റളിയല്ലാഹുവിന്റെ കൊലയാളിയായ വഹ്ശി റളിയല്ലാഹുവിന്റെ സ്വർഗം ഉറപ്പു നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കാൻ പടച്ചതമ്പുരാൻ കൊലയാളിയെയും കൊല്ലപ്പെട്ടവനെയും ഒപ്പം സ്വർഗത്തിലേക്ക്, ആ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാണ്. ആകെ ഈ ലോകത്ത് അവശേഷിച്ചത്, ഇസ്ലാമിന്റെ വീട്ടിൽ അവശേഷിച്ചത് ഈ ചിഹ്നങ്ങൾ മാത്രമാണ്. മുസ്ലിം രാജാക്കന്മാരും ഭരണാധികാരികളും ഭരണം നടത്തുന്ന മേഖലകളിലും, അറേബ്യൻ സമ്പന്ന മേഖലകൾ ഗൾഫ് നാടുകളിൽ സഞ്ചരിച്ച നിങ്ങൾക്കറിയാം. ആ മേഖലകളിൽ എല്ലാ വിഭാഗത്തിനും അഴിഞ്ഞാടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിന് അവരുടെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ, അതേപോലെ മറ്റ് മതേതര വിഭാഗത്തിന്, ലാദീനികൾക്ക് ദീനിനെതിരിൽ പ്രചരിപ്പിക്കുവാൻ, പലിശ സ്ഥാപനങ്ങൾ യഥേഷ്ടം സ്ഥാപിക്കുവാൻ, കള്ളുഷാപ്പുകളും വേശ്യാലയങ്ങളും സ്ഥാപിക്കുവാൻ അവിടെ ഒരു രഹസ്യ പോലീസും പ്രവർത്തിക്കുന്നില്ല. അതേസമയം അള്ളാഹുവിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അയാളുടെ മുമ്പിലും പിന്നിലും ഇടതുഭാഗത്തും വലതുഭാഗത്തുമൊക്കെ കാവൽക്കാരാണ്. പടച്ചതമ്പുരാന്റെ കാവൽക്കാരല്ല, ഭരണാധികാരികളുടെ കാവൽക്കാർ. എനിക്കറിയാം, ഞാനും ആ ഗൾഫ് മേഖലകളിൽ ഒരുപാട് കാലം പണിയെടുത്താണ്. ആ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ ഒരാഴ്ചയിൽ ഒരു യോഗം നടന്നാൽ പിറ്റേത്തെ ആഴ്ച വന്നു നമുക്ക് വിളിയാളം. എന്നിട്ട് ആ എടുത്ത പണി, ആ യോഗത്തിൽ ക്ലാസ് എടുത്തത്, അതിന്റെ വിഷയം, അതൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അറിയുമ്പോൾ ആൾ പറയും, ഒന്നുമില്ലട്ടോ, ഇസ്ലാമാണ്, നമുക്ക് സന്തോഷമാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്, സന്തോഷമാണ്, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത് നമ്മുടെ നിയമമാണ്, നല്ലൊന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എത്ര ആളുകൾ അവിടെ കൂടി ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ എത്ര ആൾ വന്നു? ടി.കെ. ഇബ്രാഹിം സാഹിബ് ഒരിക്കൽ ദുബായ് ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ഓഫീസിൽ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായും കുറെ ആൾക്കാർ കൂട്ടി. അമേരിക്കയിലാണല്ലോ. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ പേജ് ചെയ്തു. ഞാൻ നമ്പർ നോക്കി തിരിച്ചു വിളിച്ചു. എന്റെ അടുത്തുണ്ട്, ഞാനെന്ന് പറഞ്ഞു ചെന്നു. ആ ക്ലാസ് കേൾക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഞാൻ പറഞ്ഞു, സാർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, അത് കേട്ടിട്ട് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചിരിക്കുക. നിങ്ങൾക്കത് കേൾക്കാതെ തന്നെ ഇസ്ലാം അറിയുമല്ലോ, ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ, എനിക്കത് റിപ്പോർട്ട് ചെയ്യണം. എവിടെ? മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ ഭരണാധികാരി ഭരിക്കുന്നിടത്ത് 200-ൽ പരം ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾ ആ പട്ടണത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദുബായ് സിറ്റിയിൽ 200-ൽ പരം ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ. ആ പട്ടണത്തിലാണ് ഒരു ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ അവിടെ അന്വേഷണം. തുണിയെടുക്കാതെ, വസ്ത്രം ധരിക്കാതെ റഷ്യയുടെ ക്രൈസ്തവ മേഖലകളിൽ നിന്ന് വന്ന് അഴിഞ്ഞാടുന്ന അവിടത്തെ വേശ്യകൾ, പട്ടണത്തിന്റെ നടുവിലൂടെ വസ്ത്രം നാണം മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ, അതൊന്നും അവിടുത്തെ ഭരണകൂടത്തിന് വിഷയമല്ല. അവിടെ അള്ളാന്റെ ദീനിനൊരു വാക്ക് പറയാൻ ഒരാൾ വന്ന് പ്രസംഗിക്കുന്നതാണ് വിഷയം. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, ഇന്നും അവിടെ അതാണ്. അറേബ്യൻ ഇസ്ലാമിക മേഖലകളിൽ മഹാനായ ഷഹീദ് സയ്യിദ് കുത്തുബിന്റെ പുസ്തകങ്ങൾ വിൽക്കാൻ പാടില്ല. ഇസ്ലാം അതിന്റെ ഗേഹങ്ങളിൽ, അതിന്റെ വീടുകളിൽ അപരിചിതമാണ്, ഗരീബാണ്. മഹാനായ ഷഹീദ് സയ്യിദ് കുത്തുബിന്റെ കിതാബുകൾ വിൽക്കാൻ പാടില്ല. മുസ്ലിം രാജ്യങ്ങളിൽ, ദുബായിലോ അല്ലെങ്കിൽ ഖത്തറിലോ സൗദി അറേബ്യയിലോ നിങ്ങൾ ചെന്നിട്ട് ഫീ ദിലാലിൽ ഖുർആൻ എന്ന ലോകപ്രസിദ്ധമായ
സയ്യിദ് കുത്തുബിന്റെ തഫ്സീർ ചോദിച്ചാൽ കിട്ടില്ല, തരില്ല. പിന്നെ അതിൽ ജോലി ചെയ്യുന്ന ചില നല്ലവരായ ഇഖ്വാനികളുണ്ടാവും, അവരൊറ്റക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾ തരാം, പക്ഷേ അറിയരുത്. എന്നിട്ട് അവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരുന്ന് എടുത്തുകൊണ്ട് തരും. നിരോധിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ വീട്ടിൽ ഇസ്ലാം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ബദൽ ഇസ്ലാം ഗരീബൻ വസയഊദു കമാ ബദാ ഫതൂബാ ലിൽ ഗുറബാ അല്ലദീന യുസ്രിഹൂന മാ അഫ്സദ الناس മിൻ ബഅദി മിൻ സുന്നതി. എന്റെ ചര്യയിൽ നിന്ന് എനിക്ക് ശേഷം അത് ഫസാദാക്കി കളഞ്ഞത് നന്നാക്കിക്കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങൾ, അവർ ഈ ലോകത്ത് പാവങ്ങളാണ്, അവരപരിചിതരാണ്, അവർക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടാവുകയില്ല. ഇതതിന്റെ വലിയ ആശയം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ ആലം ദുനിയാവിലെ എല്ലാ ഇസ്ലാമിന്റെ ഗേഹങ്ങളും കറകളഞ്ഞ ഇസ്ലാമിനെ സ്വാഗതം ചെയ്യുന്ന ഗേഹങ്ങളല്ല. കറകളഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇസ്ലാമാണ്. അതിൽ കറയില്ല. ഖുർആൻ, ആ ഖുർആനിൽ നിന്ന് വിട്ടകന്നു പോയതാണല്ലോ നമ്മുടെ എല്ലാം ഗതികേടിന്റെ അടിസ്ഥാനം. ഖുർആനിൽ നിന്ന് നമ്മൾ വിട്ടകന്നു പോയി. ആ ഗതികേട് തന്നെയാണ് വേദം നൽകപ്പെട്ട ആളുകൾക്കും ഉണ്ടായ ഗതികേട്. അവരും അവരുടെ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും വിട്ടകന്നുപോയി. തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും വിട്ടകന്നു പോയ അവർക്ക് അവരുടെ കൈവശമുണ്ട് എന്നവർ വാദിക്കുന്നത് തന്നെ ആരോ എഴുതിയ ബൈബിളുകളാണ്. ഈസാ നബിയുടെയോ മൂസാ നബിയുടെയോ പേരിലല്ല. നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സ്ഥാനം പോലും അതിനില്ല. അത് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. മറ്റത് ബുത്രോസ് പറഞ്ഞു എഴുതി, അതല്ലെങ്കിൽ മത്തായി എഴുതി. അവരുടേതാണ് ബൈബിൾ. തൗറാത്ത് എന്ന പേരില്ല, ഇഞ്ചീൽ എന്ന പേരില്ല. ഇപ്പൊ കുറേശ്ശൊക്കെ പറയാറുണ്ട് അവർ. കാരണം അവർക്ക് തിരിഞ്ഞിരിക്കണം എന്റെ അബദ്ധം. ബൈബിൾ എന്ന പേര് ആരാ നിങ്ങൾക്ക് നൽകിയത് ഈ കിതാബിന്? അതെവിടെ നിന്ന് കിട്ടി? അതിന്റെ അർത്ഥം എന്താണ്? അതേത് ഭാഷയാണ്? തൗറാത്ത് എന്നതിന് ബൈബിൾ എന്ന പേരാര് നൽകി? അതന്നെ തൗറാത്ത്. പഴയ നിയമം, പുതിയ നിയമം. പുതിയ നിയമം ഇഞ്ചീല്, പഴയ നിയമം തൗറാത്ത് മൂസാ നബിന്റേത്. മൂസാ നബിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ജൂതന്മാര് ഇഞ്ചീലിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ബദ്ധശത്രുക്കളായി. പിന്നെ എങ്ങനെയാ അവര് ഇത് രണ്ടും കൂടി അംഗീകരിച്ചത്? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ വന്നപ്പോ ഇപ്പൊ അവരുടെ തലയിൽ തന്നെ കറങ്ങുക. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴവർ ഇഞ്ചീൽ എന്നൊക്കെ പറയാറുണ്ട് കുറേശ്ശൊക്കെ. അവരുടെ കിതാബുകളിൽ എവിടെയും എഴുതിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഇഞ്ചീലാണ് ഞങ്ങളടുത്ത്. നമുക്കത് ചോദിച്ചാൽ മറുപടി ഒന്നും ഉണ്ടാവില്ല. ഇഞ്ചീല് ആരുടെ ഇഞ്ചീല്? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഞ്ചീൽ എവിടെ? ഇതാ, അത് ബുത്രൂസിന്റെ അല്ലേ? ഇതാ, അത് മത്തായിന്റെതല്ലേ? അത് ലുക്കോസിന്റെതല്ലേ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഞ്ചീൽ എവിടെയെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. അപ്പൊ നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സ്ഥാനം പോലും അതിനില്ല. പിന്നെ ഫിഖിന്റെ കിതാബുകളുടെയൊക്കെ സ്ഥാനം ഒരു പക്ഷേ ഉണ്ടാകും. കാരണം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഖാല റസൂലുള്ളാഹി എന്നവലെ റസൂലുള്ള പറഞ്ഞു. ജീസസ് പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം, ആ ഈസാ അലൈഹിസ്സലാമിൽ നിന്ന് ഉദ്ധരിച്ചതാണോ? അല്ല. ആ ഈസാ അലൈഹിസ്സലാമിൽ നിന്ന് ഉദ്ധരിച്ച ഇഞ്ചീലിന് എന്തിനാ ഇത്രയധികം കോപ്പി? മത്തായിക്കൊന്നും ലുക്കോസിനൊന്നും ബുത്രുസിനൊന്നും പിന്നെ വേറൊന്നും പിന്നെ ഒരുപാട് വേറെയും എന്തിനാ? അതൊന്നല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുമല്ല, അതല്ല നമ്മളെ വിഷയം. ഇഞ്ചീലിൽ നിന്നും തൗറാത്തിൽ നിന്നും അകന്നുപോയി അതിന്റെ ശാപം അവർ അനുഭവിച്ചു. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിന്റെ ആളുകൾ അകന്നുപോയി അതിന്റെ ശാപം നമ്മൾ അനുഭവിക്കുന്നു. ആ ഖുർആൻ എങ്ങനെയാണോ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അതിങ്ങട്ട് ജീവിതം കൊണ്ട് വിവരിച്ചു തന്നതിനാണ് സുന്നത്തുർ റസൂൽ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നടപടിക്രമങ്ങൾ, ചെയ്ത് കാണിച്ചു തന്നത്, പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അംഗീകരിച്ചു കൊടുത്തത്,
അതാണ് സുന്നത്തുർ റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ചെയ്തു, കുറെ പറഞ്ഞു കൊടുത്തു. കുറെ ആളുകൾ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അതിനെ ഖണ്ഡിക്കാതെ അംഗീകരിച്ചു കൊടുത്തു. അതാണ് സുന്നത്തുർ റസൂൽ. ആ സുന്നത്തുർ റസൂലിൽ നിന്ന് ഫസാദാക്കി മാറ്റിയതിനെ നന്നാക്കിയെടുക്കുവാൻ പണിയെടുക്കുന്നവർ, ആ പണിയെടുക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ പോലും, അവരുടെ പണിയെടുക്കുന്ന മേഖലകളിൽ പോലും അവർ അപരിചിതരാണ്. അതങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്, ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, പറഞ്ഞത്, സംതൃപ്തരാകാൻ കഴിയില്ല. അയാളുടെ വീടുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം വീടുകളിലുള്ളവർ, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ മുസ്ലിങ്ങൾ, മുസ്ലിം സമൂഹം ഇന്ന് അസംതൃപ്തരാകുന്നത് ഖുർആനിലും സുന്നത്തിലും മാത്രമാണ്. മറ്റുള്ളതിലെല്ലാം അവർ സംതൃപ്തരാണ്. അവർക്ക് അസ്വസ്ഥതയും അവർക്ക് അസംതൃപ്തിയും ഇന്ന് അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമാണ്. അല്പം അതിശയോക്തിയുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക, ഇതെന്റെ അനുഭവമാണ്. അല്ല 1000 ആളുകളുടെ അനുഭവമാണ്. അല്ല, അള്ളാഹുവിന്റെ ദീനിനെ, കറകളഞ്ഞ ദീനിനെ ലോകത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ അല്ലാതെ ഈ ഉറബായിന്റെ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോവുക സാധ്യമല്ല. എന്തുകൊണ്ട് മുസ്ലിം ലോകം അസംതൃപ്തരായി ഖുർആനിൽ? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ അസംതൃപ്തരായി? കാരണം ആചാരങ്ങൾ, മാമൂലുകൾ, സമ്പ്രദായങ്ങൾ, നടപടിക്രമങ്ങൾ, നടന്നുപോകുന്ന നടപടിക്രമങ്ങൾ കാക്കകാരന്മാരുടെയും മുൻഗാമികളുടെയും നടപടിക്രമങ്ങൾ. ഖുർആൻ ഏറ്റവും ശക്തിയായി നിരൂപണം ചെയ്തതും അതിനെ തന്നെയാണ്. ഖുർആനിനെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്, പറഞ്ഞ കാര്യവും അതായിരുന്നു. ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തതല്ല, വേറെ ചിലതാ നീ പറഞ്ഞു തരുന്നത്, ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കണമെന്നോ? ഞങ്ങൾക്കതിന് സാധ്യമല്ല. ഞങ്ങളുടെ പൂർവികന്മാര്, കാക്കകാരണവന്മാര്, ഞങ്ങളുടെ പ്രപിതാക്കൾ, പൂർവപിതാക്കൾ അവരംഗീകരിച്ച് ആചരിച്ച് പോന്നിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് പോകണമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? അതാണോ ഇബ്രാഹിം നീ പറയുന്നത്? അതാണോ ലൂത്ത് താങ്കൾ പറയുന്നത്? ഹൂദ്, സാലിഹ്, മൂസ, ഈസ അലൈഹിമുസ്സലാം, ആ പ്രവാചകന്മാരോട് അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എതിരാളികൾ ഉന്നയിച്ച ചോദ്യം അതായിരുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ച് അംഗീകരിച്ചു പോന്ന കാര്യങ്ങൾ മാറ്റിയിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു നിയമസംഹിത, അത് വെച്ച് ഞങ്ങളുടെ ജീവിതം മടിമുടി മാറ്റണമെന്നാണോ നീ പറയുന്നത്? സാധ്യമല്ല. ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ പിന്നാലെ പോകും. അതല്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ അതേ ശൈലിയിൽ, അതേ ശബ്ദത്തിൽ ലോകത്ത് മനുഷ്യനിർമ്മിതമായ മുഴുവൻ പുസ്തകങ്ങളും കിതാബുകളും സംതൃപ്തമായി അംഗീകരിക്കുമെങ്കിലും പടച്ചതമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ മക്കളെ എന്ന് പറഞ്ഞാൽ അതിൽ സംതൃപ്തിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണല്ലോ ചെയ്തത് കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമുക്ക് സംതൃപ്തിയില്ല. ഖുർആനിലും സുന്നത്തിലും സംതൃപ്തരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആരായിരിക്കും? ഇത് നമ്മളോട് ചോദിക്കുക. പടച്ചവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അയക്കേണ്ട വിലാസം: വോയിസ് ഓഫ് ജസ്റ്റിസ്, സിറ്റി ടവർ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, കേരള. ഇമെയിൽ vjmanjeri@gmail.com